വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞുള്ള സിപിഐഎം ഏരിയ സമ്മേളനത്തിൽ കോടതിയലക്ഷ്യ നടപടിക്ക് ഹൈക്കോടതി. സ്വമേധയാ കേസെടുക്കുന്നത് ആലോചിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിഷയത്തിൽ ഡിജിപിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും കോടതി വിശദീകരണം തേടി. വഞ്ചിയൂർ സിഐ രേഖകളുമായി നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിയലക്ഷ്യ ഹർജി മറ്റന്നാൾ 2 മണിക്ക് വീണ്ടും പരിഗണിക്കും. ശ്യാം ദേവരാജും റിനു ശ്രീധറും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, കോടതി വടിയെടുത്തു എന്ന് ഉറപ്പിക്കുകയല്ലേ? സുജയപാർവതി, കോടതി വടിയെടുക്കുകയാണ്. കോടതി ഈ കാര്യത്തിൽ കോടതിയലക്ഷ്യ നടപടികളിൽ കോടതി ഇടപെടുകയുമാണ്. അത് ശക്തമായ ഇടപെടലുമാണ്. ഇക്കാര്യത്തിൽ ഇന്ന് കോടതി രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് ഈ പൊതുവഴി തടഞ്ഞുള്ള സമ്മേളനം നടത്തിയതിൽ, CPIM-ന്റെ പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം വഞ്ചിയൂരിൽ വെച്ച് നടത്തിയതിൽ കോടതി ഉന്നയിക്കുന്നത്. ഇതിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമാണ് എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുന്നത്. ഒപ്പം സ്വമേധയാ കേസെടുക്കുന്ന കാര്യം കൂടി ആലോചിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. കൊച്ചി മരട് സ്വദേശി N പ്രകാശ് നൽകിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ എതിർകക്ഷിയാക്കി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായി ഈ നിരീക്ഷണവും. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എന്ന രീതിയിലുള്ള ഒരു നടപടികളും ഉണ്ടാകാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകളുണ്ട്. അതിന് വിരുദ്ധമായാണ് CPIM-ന്റെ വഞ്ചിയൂരിൽ നടത്തിയ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനമെന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഈ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തു. എന്തായിരുന്നു പരിപാടിയെന്നും ആരൊക്കെയാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നും ഹൈക്കോടതി ചോദിച്ചു. കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഈ പരിപാടി നടത്തിയതെന്നും ഹൈക്കോടതി നിരീക്ഷണം നടത്തുന്നു. ഇക്കാര്യത്തിൽ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തോ എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. യാത്രാ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള സമ്മേളനം നടത്തിയുള്ള പരിപാടി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റൊരു വിമർശനമായി നടത്തിയതും. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിധി ഉത്തരവുകളുണ്ട്. അതിനെയെല്ലാം കോൾഡ് സ്റ്റോറേജിലാക്കുന്ന നടപടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്ന കാര്യം കൂടി ഹൈക്കോടതി വിമർശനാത്മകമായി മുന്നോട്ട് വെക്കുന്നു. ഓക്കെ ശ്യാം, നമുക്ക് റിനു ശ്രീധറിലേക്ക് പോകാം. റിനു ശ്രീധർ, വഞ്ചിയൂർ കോടതിക്ക് മുന്നിലെ റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗുഡ് ഈവനിങ്. അന്ന് അവിടെ കണ്ട കാഴ്ച എന്താണ്? ഇപ്പോൾ കോടതി ഇടപെടൽ കൃത്യമായി തന്നെ ഉണ്ടാവുകയല്ലേ അതിൽ? സുജയ, കഴിഞ്ഞ 5-ാം തീയതി ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ റോഡ്, അതായത് നമുക്ക് കാണാം വാഹനങ്ങൾ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ റോഡിൽ കെട്ടിമറച്ചുകൊണ്ടാണ് വഞ്ചിയൂർ ജംഗ്ഷനിൽ പാളയം ഏരിയ കമ്മിറ്റിയുടെ, അതായത് ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി പൊതുസമ്മേളന നഗരി സജ്ജീകരിച്ചത്. ഗോവിന്ദ മാഷ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം KPSC-യുടെ നാടകം ഉൾപ്പെടെ ഈ പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വൈര്യ സഞ്ചാരത്തെ എല്ലാം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് CPM നടത്തുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കി. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് നമ്മൾ ഇവിടെ വന്ന് ആദ്യമായി ആ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നു. വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നൊരു സാഹചര്യം. ജില്ലാ കോടതിയാണ് ഇതിന് തൊട്ടു മുന്നിലായി കാണുന്ന ഈ മതിൽക്കെട്ടിനകത്ത് ജില്ലാ കോടതിയാണ്. ഈ ജില്ലാ കോടതിക്കും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനും തൊട്ടു മുന്നിലാണ് ഇത്തരത്തിൽ CPM-ന്റെ ഒരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് നിസ്സംഗത കാണിച്ചു. മൈക്കോർഡർ പോലും ഉണ്ടായിരുന്നില്ല ഇവർക്ക് എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി തന്നെ അത്തരത്തിലൊരു വിവരം നമുക്ക് നൽകിയിരുന്ന ഒരു അനുമതിയുമില്ല. പക്ഷേ വഞ്ചിയൂർ ബാബു, CPIM-ന്റെ പാളയം ഏരിയ സെക്രട്ടറി, പുതുതായി തിരഞ്ഞെടുത്ത ഏരിയ സെക്രട്ടറി അന്ന് പ്രസംഗിച്ചത് കൃത്യമായി അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു ന്യായവാദം, ഈ റോഡ് ചെന്ന് കയറുന്ന ജനറൽ ആശുപത്രിയുടെ മുന്നിൽ ആ റോഡ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചിട്ടിരുന്നു, അന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡ് അങ്ങ് കെട്ടിയടച്ചത് എന്നുള്ളതാണ്. എന്തായാലും CPM-ന്റെ നടപടിക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു. ഇപ്പോൾ ഇതാ ഹൈക്കോടതി പോലും ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. പക്ഷേ നിലവിൽ ജനങ്ങളുടെ സ്വൈര്യ സഞ്ചാരത്തെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തരുത് എന്ന് ഹൈക്കോടതി പോലും പലവട്ടം വിമർശിച്ചിട്ടും ഇടപെട്ടിട്ടും CPM വലിയ ധൈര്യത്തിലാണ് ഈ റോഡ് കെട്ടിയടച്ച ജനങ്ങളുടെ, അതായത് പൊതുഗതാഗതം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോയത്. സുജയ, ഓക്കെ, താങ്ക് യു. റിനു ശ്രീധറാണ് അന്ന് അവിടെ ആ വഴി കെട്ടിയടച്ച സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്ന് എന്തായിരുന്നു കാഴ്ചയെന്നും റിനു കാട്ടിത്തന്നതാണ്.